നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുന്ന പുത്തൻ ആയുധം വികസിപ്പിച്ച് യുക്രൈൻ. ട്രൈസബ് എന്ന് പേരിട്ടിരിക്കുന്ന ലേസർ ആയുധം ഉപയോഗിച്ച് 2 കിലോമീറ്റർ അകലെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് യുക്രൈൻ സൈന്യത്തിലെ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ മേധാവി കമാൻഡർ വാഡിം സുഗ്രേവ്സ്കി പറയുന്നത്. ട്രൈസബ് എന്ന വാക്കിന് ത്രിശൂലം എന്നാണ് അർത്ഥം. സ്വാതന്ത്ര്യം, ശക്തി, ഐക്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിന്റെ ദേശീയ ചിഹ്നമായ ത്രിശൂലത്തിന്റെ ആകൃതിയിലുള്ള സ്റ്റാർ വാർസ് ശൈലിയിലുള്ള ലേസർ ആയുധം കൈവ് വികസിപ്പിച്ചതായാണ് റിപ്പോർട്ട്. ഈ ആഴ്ച ആദ്യം കൈവിൽ നടന്ന ഒരു പ്രതിരോധ ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോൾ ഉക്രൈനിലെ ആളില്ലാ സംവിധാനങ്ങളുടെ സായുധ സേനയുടെ കമാൻഡർ വാഡിം സുഗ്രേവ്സ്കി ലേസർ ആയുധമുണ്ടെന്ന് പറയാൻ കഴിയുന്ന 5ാമത്തെ രാജ്യമാണ് യുക്രൈൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ട്രൈസബ് എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമായ അധികം പണച്ചെലവില്ലാത്ത സാങ്കേതിക വിദ്യ കൊണ്ടാണ് ട്രൈസബ് വികസിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട്. യുകെയുടെ ഡ്രാഗൺ ഫയറിന്റെ രൂപകൽപ്പനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആയുധം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ഡ്രാഗൺ ഫയർ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അത്യാധുനിക ലേസർ ഡയറക്റ്റഡ് എനർജി വെയിൻസ് ആയുധമാണ്. ഡ്രോണുകൾ, മിസൈലുകൾ, വിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവ പോലും വെടിവെച്ച് വീഴ്ത്തുന്നതിനാണ് ഡ്രാഗൺ ഫയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 3000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടാക്കാൻ കഴിയുന്ന ഈ ആയുധത്തിന്റെ പ്രഹരശേഷിയും വളരെ കൂടുതലാണ്. റഷ്യയുമായി യുദ്ധത്തിലേർപ്പെടുന്ന രാജ്യത്തിന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് സ്പെഷ്യൽ ആയുധം വികസിപ്പിച്ചത് എന്നും റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ നേവിയിൽ 2014 മുതൽ നിലവിലുള്ള ലേസർ വെപ്പൺ സാങ്കേതികവിദ്യയ്ക്ക് സമാനമാണ് ട്രൈസബിനുമുള്ളത്. റഷ്യയുടെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ യുക്രൈനെ ട്രൈസബ് ഏറെ സഹായിക്കുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ. അമേരിക്ക, ചൈന, ഇസ്രയേൽ തുടങ്ങി ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ലേസർ ആയുധങ്ങൾ ഉള്ളത്. പല രാജ്യങ്ങളും ലേസർ ആയുധങ്ങളുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ. റഷ്യൻ അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് 3ാം വർഷത്തേക്ക് അടുക്കുമ്പോൾ റഷ്യക്കാരുടെ മനസ്സിൽ പരിഭ്രാന്തി കുത്തിനിറച്ച് വിജയിച്ചു കയറാനുള്ള ശ്രമമാണ് യുക്രൈൻ നടത്തുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റഷ്യൻ റേഡിയേഷൻ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഈഗർ കിർലോവിന്റെയും സഹായിയുടെയും വധം. യുക്രൈൻ സെക്യൂരിറ്റി സർവീസാണ് ഇതിനു പിന്നിലുള്ളത്. യുക്രൈനിൽ രാസായുധം പ്രയോഗിച്ചതിനുള്ള പ്രതികാരമായാണ് ഇത് ചെയ്തത്. കഴിഞ്ഞയാഴ്ച റഷ്യൻ മിസൈൽ ഗവേഷകൻ മിഖായിൽ ഷാറ്റ്സ്കിയെ അജ്ഞാതർ വെടിവെച്ച് കൊന്നിരുന്നു. യുക്രൈനെ ആക്രമിക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന ക്രൂസ് മിസൈലുകൾക്ക് പിന്നിൽ മിഖായേലിന്റെ കരങ്ങളുണ്ട്. ഇക്കാരണത്താൽ SBU തന്നെയാണ് കൊല നടപ്പിലാക്കിയത് എന്നറിയുന്നു. 2 കൊലപാതകങ്ങളും റഷ്യയുടെ മണ്ണിൽ കയറിയാണ് നടത്തിയത്. ഇത് റഷ്യയിലെ സാധാരണക്കാരിൽ എന്ന പോലെ തന്നെ സൈന്യത്തിലെ ഉന്നതരുടെ അടക്കം നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. ശത്രുവിനെ ദുർബലപ്പെടുത്താനുള്ള സൈക്കോളജിക്കൽ നീക്കമാണ് ഇതെന്നാണ് വിലയിരുത്തുന്നത്. രഹസ്യാന്വേഷകരുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ SBU ആക്രമണങ്ങൾ നടത്തുന്നു എന്നതും റഷ്യൻ സൈന്യത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ട്രൈസബ് വികസിപ്പിച്ചെന്ന വാർത്ത പുറത്തുവിട്ടതും സൈക്കോളജിക്കൽ നീക്കമാണെന്നാണ് കരുതുന്നത്. ട്രൈസബ് പ്രവർത്തനക്ഷമമായാൽ റഷ്യക്കെതിരായ പോരാട്ടത്തിൽ അത് രാജ്യത്തിന് വലിയ നേട്ടമാണ് നൽകുന്നത്. ഡ്രോണുകൾ പോലുള്ള ലക്ഷ്യങ്ങൾ വെടിവെക്കാൻ മിസൈലുകൾക്ക് പകരം ചെലവ് കുറഞ്ഞ ബദൽ സംവിധാനത്തിന് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, ഇത് ഡ്രാഗൺ ഫയർ സിസ്റ്റത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ട്രൈസബിന് $10 താഴെ മാത്രമേ പ്രവർത്തന ചെലവ് ഉണ്ടാകുന്നുമുള്ളൂ. യുക്രൈന്റെ പക്കൽ നിലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെക്കാൻ പ്രയാസമായ 6115 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റഷ്യൻ ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാനും ട്രൈസബിന് കഴിയും. തോക്കുകൾ, പീരങ്കികൾ തുടങ്ങിയ പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിമിതമായ അളവിൽ വെടിമരുന്ന് മാത്രം ഉപയോഗിച്ച് വൈദ്യുത ശക്തിയുടെ സഹായത്തോടെ ഉയർന്ന ഊർജ്ജമുള്ള ലേസറിന് പ്രവർത്തിക്കാനാകും. ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, മോട്ടോർ ഷെല്ലുകൾ, റോക്കറ്റുകൾ എന്നിവയുൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ തകർക്കാൻ US സൈന്യം ട്രക്ക് അധിഷ്ഠിത ഹൈ എനർജി ലേസർ വിന്യസിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ ഇസ്രയേൽ, തുർക്കി, ജർമ്മനി, ജപ്പാൻ, ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും ലേസർ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. തായ്വാൻ പോലും ഇപ്പോൾ ലേസർ ആയുധം കൈവശം വെച്ചതായി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.